ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോഡിഫൈഡ് വീൽസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിരിക്കുന്ന ഒരു 87 മോഡൽ ബജാജ് സൂപ്പറാണ് കയ്യിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ആദ്യം തന്നെ നമ്മുടെ എല്ലാത്താണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഓവർവ്യൂ കാണിച്ചു തരാം. ഇതുണ്ടോ, വേറെ അഡീഷണൽ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വണ്ടിയിൽ. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്, പക്ഷേ ഒന്ന് റീസ്റ്റോർ ചെയ്ത് പെയിന്റ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ വണ്ടി ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇതിൻ്റെ ഓർഡർ കൊടുക്കുന്നത് അത്യാവശ്യം കല്യാണോട്ടങ്ങൾക്ക് അങ്ങനെ സേവ് ദ ഡേറ്റ് ചെയ്യാനൊക്കെ ഈ വണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ ഓണറുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളും ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ആവശ്യമുള്ളവർ ഫുള്ള് വേണമെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ വണ്ടി ചുമ്മാ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് കൊണ്ടുവന്നതാണ്. കാരണം ഇപ്പോൾ ഈ വണ്ടി അധികം ആളുകളുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട് വഴി നമുക്കിങ്ങനെ കിട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ ഇതേ രണ്ട് മിറർ, ഹെഡ്ലാമ്പിൻ്റെ ഇവിടെ ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബജാജിന്റെ പഴയ സ്കൂട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 തവണയെങ്കിലും അടിക്കണം, ചവിട്ടണം. പക്ഷേ ഇത് ഒറ്റ ചവിട്ടർ സ്റ്റാർട്ടാ വണ്ടി കേട്ടോ. അതാണ് ഇതിൻ്റെ എടുത്ത് പറയാനുള്ള മെയിൻ കാര്യം. പിന്നെ ഇവിടെ ഈ രണ്ട് മിറർ, ഹെഡ്ലാമ്പ് അതെല്ലാം നല്ല രീതിയിൽ തന്നെ കേട്ടോ ചെയ്തേക്കണം. അപ്പോൾ ഈ വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ വണ്ടിയിൽ ഇൻഡിക്കേറ്റർ ഇല്ല. 87 മോഡല് ബജാജ് സൂപ്പർ ഇൻഡിക്കേറ്റർ വരുന്നില്ല. പിന്നെ ഈ വണ്ടിയുടെ സീറ്റിൽ കുറച്ച് കുഷനൊക്കെ കൂട്ടി അപ്പോൾസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഇത് സ്റ്റെപ്പിനി ആട്ടോ, വണ്ടിയുടെ സ്റ്റെപ്പിനാണ് ഇരിക്കുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കണ ഒരു ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറകെ ഇരിക്കുന്നവർക്കൊക്കെ താഴെ പോകാണ്ടിരിക്കണം കാര്യങ്ങൾ, കാരണം ഒരു പിടുത്തത്തിനൊക്കെ വേണ്ടി ബാക്ക് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇതിനകത്ത് അത് സസ്പെൻഷനിലെ സൈഡിലേക്ക് വരുവാണെങ്കിൽ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് വന്നേക്കുന്നത്. അതെല്ലാം നല്ല രീതിയിലായിട്ട് ഇരിക്കുന്നത്. ഒരു 87 മോഡൽ സ്കൂട്ടർ കാണുന്ന പോലെ ഒന്നും അല്ല ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോടുകൂടി എല്ലാം റീപെയിന്റ് ചെയ്ത് എല്ലാം നല്ല കണ്ടീഷനിലായിരിക്കണേ. പിന്നെ ഇതിന്റെ താക്കോൽ കീ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഇതിന്റെ സൈഡിലേക്ക് വരുവാണെങ്കിൽ പിന്നെ എടുത്ത് കാണിക്കുന്നതായിട്ട് ഈ ടയറിന്റെ സൈഡിൽ ഇതിന്റെ റിമ്മേൽ ചെറിയൊരു പെയിന്റിങ് കൊടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു എന്നാ പറയുക, കാണാൻ ഒരു രസമുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. പിന്നെ സൈഡിലേക്ക് വരാണെങ്കിൽ ഇവിടുത്തെ പെയിന്റിങ് എല്ലാം നല്ല പെയിന്റിങ് കേട്ടോ. ഇതുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത് ഇവിടെ ഈ വണ്ടിയുടെ ഓണറുടെ ഒരു ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഹലോ വിൻഡേ നാട്ടോ പുള്ളിയുടെ ഇൻസ്റ്റ ഐ ഡി. നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിനകത്ത് കയറി നോക്കാം കേട്ടോ. പിന്നെ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ അവിടെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ ഈ മോഡൽ ബജാജ് സൂപ്പർ 1976 ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. ഈ വണ്ടിയുടെ എഞ്ചിൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ 145.5 cc എയർ കൂൾഡ് 2 സ്ട്രോക്ക് എഞ്ചിനായി വണ്ടിക്ക് വരുന്നത് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ മാക്സിമം പവർ 7.5 PS 5500 RPM ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് കുറെ പവർ ഫിഗേഴ്സ് കാര്യങ്ങളെല്ലാം കൂട്ടിയിട്ടുണ്ട്. പിടിക്കുകയാണെങ്കിൽ ഒരു 100 വരെ അടിക്കാമെന്നാണ് ഇതിന്റെ വണ്ടിയുടെ ഓണർ പറഞ്ഞേക്കണ്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, തള്ളുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻ്റായിട്ട് ഇടണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.